ഗുഡ് മോർണിംഗ്. നമ്മൾ നെക്സ്റ്റ് ഒരു സെഷൻ നോക്കുകയാണ്. നമ്മുടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെസിഫിക് സ്പീഡിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ സ്പെസിഫിക് സ്പീഡിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തിയറി എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻസും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ടർബൈൻ ഈസ് ടു ഓപ്പറേറ്റ് അണ്ടർ എ ഹെഡ് ഓഫ് 25 മീറ്റർ. അതായത് ഹെഡ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അറ്റ് 200 RPM. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ 200 RPM ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ ഡിസ്ചാർജ് ഈസ് 9 ക്യൂമെക്. ഓക്കെ, അപ്പോൾ അവിടെ ഈ യൂണിറ്റ് കണ്ട് പേടിക്കേണ്ട, അത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് തന്നെയാണ്. അത് ക്യൂമെക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം 9 ക്യൂമെക്, അതായത് 9 ക്യൂമെക്, ക്യൂ എന്ന് പറഞ്ഞാൽ 9 ക്യൂമെക് ആണ്, അതായത് 9 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇഫ് ദ എഫിഷ്യൻസി ഈസ് 90%. പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മെക്കാനിക്കലാണോ ഹൈഡ്രോളിക് ആണോ ഓവറോൾ ആണോ ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഓവറോൾ എഫിഷ്യൻസിയാണ് ഇതെന്ന് നമുക്ക് എടുക്കാം 90%. ഓക്കെ, അപ്പോൾ ഇത് ഓവറോൾ എഫിഷ്യൻസിയാണ് 90%. അവിടെ തന്നിട്ടുണ്ട്. ഈറ്റാനോട്ട് എന്ന് പറഞ്ഞാൽ 90%, 0.9 എന്നാണ് നമ്മളത് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഡിറ്റർമൈൻ പവർ റിക്വയർഡ്. എത്രയാണ് അതിൻ്റെ പവർ നമുക്ക് കിട്ടുക, പവർ ഔട്ട്പുട്ട് കിട്ടുക, അതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമതായിട്ട് സ്പെസിഫിക് സ്പീഡ് ഓഫ് ദ മെഷീൻ. അതിൻ്റെ സ്പെസിഫിക് സ്പീഡ് എത്ര ഉണ്ടാവും? NS എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്പെസിഫിക് സ്പീഡ് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ടൈപ്പ് ഓഫ് ടർബൈൻ, ഏത് ടൈപ്പ് ഓഫ് ടർബൈനാണ് നമ്മളവിടെ യൂസ് ചെയ്യുക എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പവർ ജനറേറ്റഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പവർ ജനറേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? ഈറ്റാ നോട്ട്, ഓവറോൾ എഫിഷ്യൻസി. ആ ഇക്വേഷനിലാണ് പവറിൻ്റെ ടേം വരുന്നത് അല്ലേ. അതായത് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ P ഡിവൈഡഡ് ബൈ എന്താണ്, റോ ക്യൂ ജി എച്ച്. ആ റോ ക്യൂ ജി എച്ചിന് പകരം ഇവിടെ നമ്മൾ WGH അല്ല WQH എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. നമ്മൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ വരിക, അതായത് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ P ഡിവൈഡഡ് ബൈ റോ ക്യൂ ജി എച്ച് ആണ്. ഇവിടെ ഈ റോയും ഈ ക്യൂവും അല്ലേ, അത് രണ്ടും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്മോൾ w എന്ന് എഴുതാം. സ്മോൾ w ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം: P ബൈ സ്മോൾ w, സ്പെസിഫിക് വെയിറ്റ് ആണ്, സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച്. ഓക്കെ, അപ്പോൾ ആ ഒരു സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ പഠിച്ച സെയിം ഇക്വേഷൻ തന്നെയാണ്. അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സെയിം ഇതാണ് റോ ക്യൂ P ഡിവൈഡഡ് ബൈ റോ ക്യൂ ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ P ഡിവൈഡഡ് ബൈ WQGH അല്ലേ, ആ ഇക്വേഷൻ വന്നു. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അറിയുന്ന വാല്യൂസാണ് ഇതൊക്കെ. ഈ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. നമുക്ക് W നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. അതായത് റോ ക്യൂ ജി എച്ച് എന്നുള്ളിടത്തിൽ, അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. എന്താണ് സ്പെസിഫിക് വെയിറ്റ് W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഇൻറ്റു ജി ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ 1000, ജി എന്ന് പറഞ്ഞാൽ 9.81. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 9810 ഇതായിരിക്കും എന്ത് വെയിറ്റ് വരിക. നമ്മൾ മറ്റിടത്ത് റോ ഇൻറ്റു ജി എന്നുള്ളത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഡയറക്റ്റ് 9810 എന്ന് ഇട്ടെടുത്താൽ മതി സ്പെസിഫിക് വെയിറ്റിന്. ഓക്കെ, പിന്നെ നമുക്കത് വേണ്ടത് എന്താണ്, ഈ ക്യൂവിൻ്റെ വാല്യൂ. ഓക്കെ, ആ ക്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 9 ആണെന്നുള്ളത്, 9 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി എച്ചിൻ്റെ വാല്യൂ അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈറ്റാ നോട്ട് ഇൻറ്റു W ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് വാട്ട്സിൽ ആൻസർ കിട്ടും. അതിനെ ബൈ 1000 ചെയ്താൽ കിലോ വാട്ടിലേക്ക് നമുക്ക് മാറ്റിയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഇനി സ്പെസിഫിക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. സ്പെസിഫിക് സ്പീഡിൻ്റെ ഇക്വേഷൻ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. NS എന്ന് പറഞ്ഞാൽ N√P ഡിവൈഡഡ് ബൈ H⁵4. ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതൊക്കെയാണ്? എന്നിൻ്റെ വാല്യൂ 200, പവറിൻ്റെ വാല്യൂ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ അവിടെ കൊടുക്കുക. കിലോ വാട്ടിൽ വേണം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അതൊരിക്കലും മറന്നു പോകരുത്. ഓക്കെ, ഇവിടെ പവർ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കണം? അതിൻ്റെ യൂണിറ്റ് കിലോ വാട്ടിലായിരിക്കണം. വാട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്പെസിഫിക് സ്പീഡിൻ്റെ വാല്യൂ മാറിപ്പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വാട്ട്സിൽ ഇവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇവിടെ മാത്രം നമ്മൾ SI യൂണിറ്റ് എന്നുള്ള രീതിയിലല്ല നമ്മളവിടെ എന്താ പറയുക, കിലോ വാട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ,
അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ h⁵5/4, h നിങ്ങൾക്ക് അറിയാമല്ലോ ഏതാണ് 25, അതേ ⁵5/4. ഓക്കെ, ഇതിന് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് സോൾവ് ചെയ്താൽ 159.46 എത്രയും RPM എന്നുള്ള രീതിയിൽ നമുക്ക് സ്പെസിഫിക് സ്പീഡ് കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്പെസിഫിക് സ്പീഡ് വെച്ചിട്ട് നമുക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ടൈപ്പ് ടർബൈനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്പെസിഫിക് സ്പീഡിൻ്റെ ആ ഒരു തിയറി പറയുന്ന സമയത്ത് ഞാനത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന ഹെഡ് മുതൽ ഇന്ന സ്പീഡ് മുതൽ ഇന്ന സ്പീഡ് വരെ നമ്മൾ യൂസ് ചെയ്യുക പെൽട്ടൺ ടർബൈനാണ്, ഇന്ന സ്പീഡ് മുതൽ ഇന്ന സ്പീഡ് വരെ നമ്മൾ ഫ്രാൻസിസ് ടർബൈനാണ്, അതിൽ താഴെയുള്ള സ്പീഡ് വരുമ്പോൾ കപ്ലൻ ടർബൈനാണ്. ഓക്കെ, അതിലും താഴെയുള്ള എന്താ പറയുക ഇത് വരുമ്പോഴാണ് നമ്മൾ ഹെഡൊക്കെ വളരെ കുറവുള്ള സാധനം വരുമ്പോഴാണ് ബൾബ് ടർബൈൻ അങ്ങനെയാണ് പറഞ്ഞിട്ട് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് 80-ൻ്റെയും 400-ൻ്റെയും ഇടയിലാണെങ്കിൽ നമ്മളൊരു മീഡിയം ആയിട്ടുള്ള സ്പീഡാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഫ്രാൻസിസ് ടർബൈനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഫ്രാൻസിസ് ടർബൈനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തിയറിയിൽ ഒരു ടേബിളിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോട്ടായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇത്ര സ്പെസിഫിക് സ്പീഡിൻ്റെ ഇത്രയും ലിമിറ്റിൻ്റെ ഉള്ളിൽ പെൽട്ടൺ ടർബൈൻ, ഹൈ സ്പെസിഫിക് സ്പീഡ് വരുന്ന സ്ഥലത്ത് പെൽട്ടൺ ടർബൈനാണ് യൂസ് ചെയ്യുക. ഒരു മീഡിയം ആകുന്ന സമയത്ത് അത് ഫ്രാൻസിസ് ആണ്. അതിലും കുറവാകുന്ന സമയത്താണ് ഈ കപ്ലാൻ ടർബൈനിലേക്കൊക്കെ പോവുക. അപ്പോൾ പറഞ്ഞു വരുന്നത് അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ 80-ൻ്റെയും 400-ൻ്റെയും ഇടക്കാണല്ലോ 159 വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസിസ് ടർബൈനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: എ പെൽട്ടൺ ടർബൈൻ ഡെവലപ്സ് 3000 kW അണ്ടർ എ ഹെഡ് ഓഫ് 300 മീറ്റർ. അപ്പോൾ പെൽട്ടൺ ടർബൈൻ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പവർ എന്ന് പറയുന്നത് 3000 kW ആണ്. ഓക്കെ, അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് 300 മീറ്ററാണ്. ഇത് രണ്ടും തന്നിട്ടുണ്ട്. ദെൻ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ എന്ന് പറഞ്ഞാൽ 83% ആണ്. അപ്പം ഓവറോൾ എഫിഷ്യൻസി 83%, 0.83 ആണെന്നുള്ള നമുക്കറിയാം. ഇനി ഇഫ് സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KU 0.46 ആണ് തന്നിട്ടുണ്ട്. CV 0.98. CV നിങ്ങൾ പഠിച്ചത് പെൽട്ടൺ വീലിൻ്റെ കേസിലാണ്, അവിടെയാണ് നമ്മൾ CV യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർക്കുക. CV എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് കാണാനുള്ള ഇക്വേഷനാണ് CV കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ CVൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. CV എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.98 ആണ്. സ്പെസിഫിക് സ്പീഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 16.5 ആണ്. സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നിരിക്കുകയാണ്, അത് 16.5 ആണ്. അതിവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 16.5 ആണ് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ഡയമീറ്റർ ഓഫ് ദ ടർബൈൻ. ടർബൈൻ്റെ ഡയമീറ്റർ കാണണം, ഡയമീറ്റർ ഓഫ് ദ ജെറ്റിൻ്റെ ഡയമീറ്ററും കാണണം. ഇത് രണ്ടെണ്ണമാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അവിടെ ടർബൈൻ്റെ ഇതാണ് പറയണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പെൽട്ടൺ ടർബൈൻ ആണെന്നുള്ളത് ആദ്യം ഓർമ്മ ഉണ്ടാവുക. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് KU തന്നിട്ടുണ്ട്. KU എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് U/√2GH, അല്ലെങ്കിൽ U എന്ന് പറഞ്ഞാൽ KU√2GH എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷനാണ്. അപ്പോൾ അത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ U എന്ന് പറഞ്ഞാൽ KU√2GH നമ്മൾ വെറുതെ അങ്ങ് കണ്ടു വെച്ചിട്ടുണ്ട്. അവിടെ U എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കതിനെ പിക്ക് ചെയ്യാം. ഇനി ഇവിടെ CV തന്നിട്ടുണ്ട്. CV തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് കാണാനാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് എന്ന് പറഞ്ഞാൽ V, ആ V എന്ന് പറഞ്ഞാൽ CV√2GH ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇത് പെൽട്ടൺ ടർബൈനിലെ കേസിൽ നമ്മൾ പഠിച്ചതാണത്. ഓക്കെ, CV√2GH ആണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? വെലോസിറ്റി ഓഫ് ദ ജെറ്റ് എത്രയാണെന്നുള്ളതും നിങ്ങൾ ഇവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന രണ്ട് വാല്യൂസ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്പെസിഫിക് സ്പീഡ് ഓൾറെഡി തന്നിട്ടുണ്ട്, 16.5 ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ എടുക്കുക. സ്പെസിഫിക് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ NS തന്നെ N√P / h⁵5/4. ഇതിൽ N എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് അറിയില്ല, NS നിങ്ങൾക്ക് അറിയാം. NS നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 16.5 ആണെന്ന്, N അറിയില്ല. P പവർ ഇവിടെ തന്നിട്ടുണ്ട് 3000 kW ആണെന്നുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ Hൻ്റെ വാല്യൂ 300 ആണെന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും വരിക? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് N ആണ് അറിയാത്തത്, ആ Nനെ മാത്രം ഇവിടെ നിർത്തുക. ഇവിടെ NSൻ്റെ വാല്യൂ 60.5, അതങ്ങനെ മുകളിലുണ്ടാവും. h⁵5/4 മുകളിലേക്ക് വരും. അപ്പോൾ ഇവിടെ h⁵5/4 ഡിവൈഡഡ് ബൈ ഈ √P താഴേക്ക് പോയി. അപ്പോൾ ഇവിടെ √P. അപ്പോൾ ഈ Hൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയുന്ന വാല്യൂ ആണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 300. Pൻ്റെ വാല്യൂ എത്രയാണ്?
3000 അതും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. അതായത് n എന്ന് പറഞ്ഞാൽ 16.5 ഇൻറ്റു 300 റേസ് ടു h⁵5/4 ബൈ √3000 എന്നുള്ള ഇക്വേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും വാല്യൂ കിട്ടും. അതാണ് നിങ്ങൾ അത്രയും RPM-ലാണ് അതിൻ്റെ കറക്കമുള്ളത്. അപ്പോൾ n നിങ്ങൾക്ക് കിട്ടി ഓൾറെഡി. ഓക്കെ, ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്ന് n-ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണേണ്ട ഇക്വേഷനിൽ കാണാൻ പറഞ്ഞാൽ എന്താ, ഡയമീറ്റർ ഓഫ് ദ ടർബൈൻ. ഓക്കെ, ടർബൈൻ്റെ ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്ററും വെലോസിറ്റിയും ആയിട്ട് കണക്ട് ചെയ്യുന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഏതാണ്? അവിടെ നിന്നാണ് നമ്മളെപ്പോഴും ഡയമീറ്റർ കാണാൻ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് πdn/60 എന്ന് പറയുന്ന ഇക്വേഷൻ. അതാണ് നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ u എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്കിവിടെ എടുക്കാം. u = πdn/60. ഓക്കെ, അതിൽ u എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വാല്യൂ അറിയാം, അത് അവിടെ നിന്ന് പിക്ക് ചെയ്യുക. പിന്നെ d ആണ് നമുക്കറിയാത്ത വാല്യൂ. n നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ, കണ്ടോ? അപ്പോൾ ആ n-ൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ അറിയാത്ത വാല്യൂ ഏത് മാത്രമാണ്? d മാത്രമാണ്. d എന്ന് പറഞ്ഞാൽ 60u/πn ആയി. ഓക്കെ, അപ്പോൾ d-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 60 ഇൻറ്റു u-ൻ്റെ വാല്യൂ ഇവിടുന്ന് എടുക്കുക, 35.29 ഡിവൈഡഡ് ബൈ π ഇൻറ്റു n-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 376 എന്ന് അറിയാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു വാല്യൂ കിട്ടി 1.79 മീറ്റർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എന്തിൻ്റെ ഡയമീറ്റർ? നമ്മുടെ ടർബൈനിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഡയമീറ്റർ ഓഫ് ദ ജെറ്റ് കാണാനാണ് നിങ്ങളോട് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ജെറ്റിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പെൽട്ടൺ ടർബൈൻ്റെ കേസാണ് നോക്കുന്നത് നമ്മളിപ്പം. അപ്പോൾ അവിടെ പെൽട്ടൺ ടർബൈൻ്റെ ഒരു കേസിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ വീൽ ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ ഇതിൻ്റെ ബക്കറ്റ്സ് ഇങ്ങനെ ഉണ്ടാവും, ഇവിടെയാണ് ഇതിൻ്റെ ബക്കറ്റ്സ് വരിക. ഇവിടെ നമുക്കൊരു പൈപ്പിലൂടെ നോസിൽ വഴി വാട്ടർ വന്നിട്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഡയമീറ്റർ കാണണമെങ്കിൽ ആദ്യം വെലോസിറ്റി ഓഫ് ദ ജെറ്റിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്ന വാല്യൂ കിട്ടുക. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും കൂടെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവുകയാണ്. അതായത് നമുക്ക് അവിടെ ഡയമീറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്നാണ് കിട്ടുക. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം Q എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ π/4d² ആണ് ഇവിടുത്തെ ഏരിയ. കാരണം ഈ ജെറ്റിൻ്റെ ഒരു എന്താ പറയുക, സിലിണ്ടറിക്കലായിട്ടുള്ള ഷേപ്പിലാണല്ലോ ഇത് പുറത്തേക്ക് ഇജക്റ്റ് ആവുക. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു ഏരിയ കണ്ടുപിടിക്കണേ π/4 × d² ആയിരിക്കും ഈ ജെറ്റിൻ്റെ അല്ലെങ്കിൽ നോസിലിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നോസിലിൻ്റെ ഔട്ട്ലെറ്റുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് π/4 d² ആയിരിക്കും. അപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഈ വെലോസിറ്റി നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എവിടെയതാ, ഇവിടെ CV തന്ന അതിന് വേണ്ടിയിട്ടാണ്. v എന്ന് പറഞ്ഞാൽ എത്രയാണ്, 75.18 ആണെന്നുള്ളത് അറിയാം. അപ്പോൾ ആ വാല്യൂ നിങ്ങൾ ഇവിടേക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ d² നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. v നിങ്ങൾക്ക് അറിയാം. ഇതിൽ Q ആണ് നിങ്ങൾക്ക് ഇനി അറിയാത്ത സാധനം. അപ്പോൾ Q കിട്ടിയാൽ d കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, Q എങ്ങനെ കാണും നോക്കാം. അപ്പോൾ നേരെ ഇവിടേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം Q കണ്ടുപിടിക്കണം എന്ന് പറയാം. അപ്പോൾ Q കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏതാണ്, ഓവറോൾ എഫിഷ്യൻസിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണിത് അല്ലേ. അപ്പം P/ρQgh, ρQgh പകരം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ. അതായത് ρQgh എന്നുള്ളതിന് സ്പെസിഫിക് മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ρ/g ആണ്. ഓക്കെ, അപ്പോൾ അത് ρQgh പകരം WQH എന്ന് എഴുതിയാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് പവർ എത്രയാണെന്ന് അറിയാം, ഓവറോൾ എഫിഷ്യൻസി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, H എത്രയാണെന്ന് അറിയാം, സ്പെസിഫിക് വെയിറ്റ് എത്രയാണെന്ന് അറിയാം. പിന്നെ അറിയാത്ത വാല്യൂ ഏത് മാത്രമേ ഉള്ളൂ, Q മാത്രമാണ് അറിയാത്ത വാല്യൂ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ Q എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, നമുക്കറിയാം. Q എന്ന് പറഞ്ഞാൽ P/η0WH. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P എന്ന് പറഞ്ഞാൽ 3000 × 10⁻³ ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് വാട്ടിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങൾ NS കാണുമ്പോൾ നിങ്ങൾ പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് കിലോ വാട്ടിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇവിടുത്തെ ഈ പവറിൻ്റെ P എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, അത് 3000 kW. ആ കിലോ വാട്ട് തന്നെ കൊടുക്കണം. ഇവിടെയാണെങ്കിൽ അത് എന്തിൽ കൊടുക്കണം, വാട്ടിൽ കൊടുക്കണം. 3000 × 10⁻³. ഓക്കെ, ബൈ ഓവറോൾ എഫിഷ്യൻസി 0.83, W എന്ന് പറഞ്ഞാൽ 9810, H എന്ന് പറഞ്ഞാൽ 300 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.23 m³/s എന്നുള്ള ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിസ്ചാർജിൻ്റെ വാല്യൂ കിട്ടിയാൽ അത് നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഇവിടെ Qയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ Qൻ്റെ വാല്യൂ എത്രയാണ്, 1.23 ആണ്.
അപ്പോൾ ഇത് 1.23 വിച്ച് ഈസ് ഈക്വൽ ടു π/4 d². അത് അതേമാതിരി തന്നെ ഇവിടെ എഴുതി π/4 d² ഇൻറ്റു വി. ഈ വിക്ക് പകരം നമ്മളിവിടെ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് വി അല്ലേ. ഈ വി ഇവിടുന്ന് CV√2GH എന്ന് പറഞ്ഞിട്ട് വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ d² മാത്രമാണ് അറിയാത്തത്. ഇവിടെ 1.23 അറിയാം അല്ലേ, പൈൻ്റെ വാല്യൂ അറിയാം, ബാക്കിയൊക്കെ അറിയാം. ഡി മാത്രം അറിയാത്തത്. ഡി കണ്ടുപിടിക്കാം. അപ്പോൾ 0.144 മീറ്റർ എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ MM-ലാക്കിയിട്ട് മാറ്റി എഴുതാൻ പറ്റും, അല്ലെങ്കിൽ മീറ്റർ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇൻ എ ഹൈഡ്രോഇലക്ട്രിക് സ്റ്റേഷൻ വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 175 m³/s. ഓക്കെ, അറ്റ് ദ റേറ്റ് ഓഫ് 175 m³/s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ആണ് അല്ലേ. അതായത് ഒരു സെക്കൻഡിൽ എത്ര m³ വാട്ടറാണ് അതിലൂടെ പാസ് ചെയ്യുന്നത് തന്നിരിക്കുന്നത്. അപ്പോൾ ക്യൂ തന്നിട്ടുണ്ട് 175 m³/s. വായിച്ചാൽ മനസ്സിലാവണം. അറ്റ് ദ റേറ്റ് ഓഫ് 175 m³/s എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ എത്ര എന്താ പറയുക, വാട്ടറിൻ്റെ ഫ്ലോ എത്ര ഒരു സെക്കൻഡിൽ. ഓക്കെ, അപ്പോൾ ആ വാല്യൂ തന്നിട്ടുണ്ട്. അണ്ടർ എ ഹെഡ് ഓഫ് 18 മീറ്റർ, എച്ച് എത്രയാണ്, 18 മീറ്റർ എന്നറിയാം. ദ ടർബൈൻസ് റൺ അറ്റ് എ സ്പീഡ് ഓഫ് 150 RPM. ഓക്കെ, അപ്പോൾ ടർബൈൻ എന്താണ്, കറങ്ങുന്ന സ്പീഡ് 150 RPM ആണ്. പിന്നെ വിത്ത് ഓവറോൾ എഫിഷ്യൻസി ഓഫ് 82%. അതിൻ്റെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 82%. പിന്നെ ഫൈൻഡ് ദ നമ്പർ ഓഫ്, അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി നോട്ട് ചെയ്തിട്ടുണ്ട് 0.82. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടർബൈൻസ് റിക്വയർഡ് ഇഫ് ദേ ഹാവ് മാക്സിമം സ്പെസിഫിക് സ്പീഡ് ഓഫ് 460. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സ്പീഡിൻ്റെ മാക്സിമം വാല്യൂ എത്ര വരിക, 460 വരിക. ഇത്രയും ഡാറ്റാസ് കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ എന്താണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എത്ര ടർബൈൻസ് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫൈൻഡ് ദ നമ്പർ ഓഫ് ടർബൈൻസ്, എത്ര ടർബൈൻസ് ആവശ്യമുണ്ട്, റിക്വയർഡ് ഇഫ് ദേ ഹാവ് ദ മാക്സിമം സ്പെസിഫിക് സ്പീഡ് ഓഫ് 460 അല്ലേ. അപ്പോൾ എത്ര ടർബൈൻ നമ്മൾ അവിടെ കൊടുക്കണം. ഓക്കെ, അതിൻ്റെ മാക്സിമം സ്പെസിഫിക് സ്പീഡ് 460 പറ്റുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മാക്സിമം സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ NS എന്ന n√p/h⁵4 ആണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ NSൻ്റെ വാല്യൂ നമുക്കറിയാം, Nൻ്റെ വാല്യൂ നമുക്ക് 150 ആണെന്നറിയാം. P നമുക്ക് കണ്ടുപിടിക്കണം പവർ, കാരണം എത്ര പവർ ഡെവലപ്പ് ചെയ്യുന്ന അറിയണം. NS എന്ന് പറയുന്ന സ്പീഡിൽ, NS എന്ന് പറയുന്ന 460 ഇത് കറങ്ങുന്ന സമയത്ത് എത്ര പവർ ഡെവലപ്പ് ചെയ്യുന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം P അവിടെ അറിയാത്ത വാല്യൂ, Hൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 18, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് P മാത്രമാണ് അറിയാത്ത, ആ ഇക്വേഷനാണിത്. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ Pൻ്റെ വാല്യൂ കിട്ടും 12927.5 kW എന്നുള്ള രീതിയിലുള്ള ഒരു ഇക്വേഷൻ നമുക്കിവിടെ കണ്ടുപിടിക്കാം. ഒരു ആൻസറിലേക്ക് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കാം, ഇവിടെ 12927.5 kW ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് എത്രയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഇപ്പം പവർ അവൈലബിൾ അറ്റ് ദ ടർബൈൻ ഷാഫ്റ്റ്. ടർബൈൻ ഷാഫ്റ്റിൽ കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ 12927.5 kW ആണ് നമുക്ക് ടർബൈൻ ഷാഫ്റ്റിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി പവർ നമുക്ക് ഒരു ടർബൈൻ എത്ര കിട്ടണം എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോണത്, പവർ ഫ്രം ദ ടർബൈൻ. അപ്പോൾ നമ്മളെ ഓവറോൾ എഫിഷ്യൻസിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അതായത് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണത് അല്ലേ. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, P/ρQgh അല്ലാന്നുണ്ടെങ്കിൽ P/W അല്ലേ QH. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും വരിക, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ η0 ഇൻറ്റു അല്ലേ W ഇൻറ്റു Q ഇൻറ്റു H. ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതാണ് നമുക്കിതാ ഇവിടെ കാണുന്ന ഇക്വേഷൻ. അപ്പോൾ ആ പവർ വാല്യൂസൊക്കെ കൊടുക്കുക. അപ്പോൾ W എത്രയാണ്, 9810 ഇൻറ്റു 175 ഇൻറ്റു 18 അല്ലേ, ഇൻറ്റു 0.82, അത് ഇവിടുത്തെ എഫിഷ്യൻസി, ഡിവൈഡഡ് ബൈ 1000 ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിലോ വാട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. പവർ ഇവിടെ കിട്ടുക വാട്ടിലാണ്. അപ്പോൾ അത് ഈ വാട്ടിലുള്ള വാല്യൂവിനെ കിലോ വാട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണ്, ഇതൊന്ന് ഞാൻ റബ്ബ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമുക്കറിയാം
നമ്മൾ സിംപ്ലിഫൈ ചെയ്ത സമയത്ത് എത്രയാണ് 25,339.23 കിലോ വാട്ട് പവർ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ടർബൈനിൽ കിട്ടുന്നത് മാക്സിമം ഒരു ടർബൈനിൽ ഈ 460 സ്പീഡിൽ കറങ്ങുമ്പോൾ മാക്സിമം എത്രയേ കിട്ടുള്ളൂ? 12,927.5 കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എത്ര എണ്ണം വേണ്ടി വരും ടർബൈൻ? അപ്പോൾ ഈ പറയുന്ന പവറിനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന അവൈലബിൾ ടർബൈൻ ഷാഫ്റ്റിൽ കിട്ടുന്ന പവർ ഡിവൈഡ് ചെയ്യുക. നമുക്ക് ടോട്ടൽ ഇത് കിട്ടണം, ഇത്രയും പവർ നമുക്ക് ആവശ്യമുണ്ട്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര ടർബൈന് കറക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടർബൈൻ 12,927 കിട്ടും. 2 ടർബൈൻ ആണെങ്കിൽ അപ്പം ഏകദേശം 24 അടുത്ത് കിട്ടും അല്ലേ? അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമ്പർ ഓഫ് ടർബൈൻസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ 25,339.23 ബൈ എത്ര വരും? ഈ വാല്യൂ 12,927 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏകദേശം 1.96 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ 1.96 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2 ടർബൈൻ, 1ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ 2 ടർബൈൻ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടർബൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമ്മൾ വിചാരിച്ച പവർ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഈ പറയുന്ന ഓവറോൾ എഫിഷ്യൻസിയിൽ 82% ഓവറോൾ എഫിഷ്യൻസിയിൽ 460 NSൽ ഇത് കറങ്ങുന്ന സമയത്ത് ഓക്കെ നമുക്ക് 2 ടർബൈൻ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പവർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ.